كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ما يلفظ من قول إلا لديه رقيب عتيد. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് തഖ്വ നിലനിർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷർഖിയയിൽ, ഈസ്റ്റേൺ പ്രൊവിൻസിൽ ഇന്ന് ഔഖാഫ് ഓരോ പള്ളികളിലും അതോടൊപ്പം തന്നെ പള്ളികളിലെ ഇമാമുമാരുടെ മറ്റു സംസാര വിഷയങ്ങളിലൊക്കെ ഇന്ന് ഉൾപ്പെടുത്താൻ പറഞ്ഞ ഒരു വിഷയം എല്ലാവരെയും കേൾപ്പിക്കണം എന്ന് നിർദ്ദേശത്തിനനുസരിച്ചാണ് നാവുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ള നിർദ്ദേശം ലഭിച്ചു എന്നതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങളും പള്ളികളിൽ അത് കേട്ടിട്ടുണ്ടാകും. അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ എണ്ണി പറയാൻ കഴിയുന്ന ഒന്നാണ് സംസാരിക്കാനുള്ള നാവ് തന്നു എന്നുള്ളത്. ഖുർആൻ അത് പറയുന്നുണ്ട്. സൃഷ്ടിച്ച നിഅമത്തുകൾ എടുത്ത് പറയുമ്പോൾ അവൻ നിങ്ങൾക്ക് കണ്ണുകൾ തന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വലിസാനൻ വശഫതൈൻ, ഒരു നാവും, ആ നാവിൽ സംസാരിക്കാൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന രണ്ട് ചുണ്ടുകളും. പടച്ചോൻ ഏത് നിഅമത്ത് തന്നു കഴിഞ്ഞാലും നമുക്കറിയുന്നതാണ് അള്ളാഹുവോട് അങ്ങേയറ്റം അതിനുവേണ്ടി ശുക്ർ കാണിക്കുക എന്നുള്ളത്. ഒന്ന് തന്ന റബ്ബിന് സ്തുതിയും ശുക്റും കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ തന്ന നിഅമത്തുകളെ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളത് ആ നന്ദിയുടെ ഏറ്റവും പ്രഥമ ബാധ്യതകളിൽപ്പെട്ടതാണ്. നാവാണ് നമ്മൾക്ക് പല കാര്യങ്ങളും സംസാരിച്ച് നേടിയെടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനും ആ നിലക്ക് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നാവിനോട് പറയുകയും ചെയ്യും, ഇത്തഖില്ലാഹ ഫീന, നീ അള്ളാഹനെ സൂക്ഷിക്കണം ഞങ്ങളുടെ വിഷയത്തിൽ. നീ നേരെയാവുകയാണെങ്കിൽ എല്ലാം നേരെയായിരിക്കും. ഞങ്ങളൊക്കെ നീ കാരണം കൊണ്ട് നീ നേർ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് സ്വർഗത്തിലേക്ക് എത്താനും ഞങ്ങൾക്ക് കഴിയും. നീ എല്ലാ നിലക്കും തെറ്റുകളാണ് സംസാരിക്കുന്നതെങ്കിൽ, നരകത്തിന് വേണ്ടി ആ നിലയിലാണ് നീ നിലകൊള്ളുന്നതെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും അതൊക്കെ ഉണ്ടാകും. ഏത് സമയത്തും പ്രിയപ്പെട്ടവരെ, സംസാരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സലഫുകൾ പറയാറുണ്ട്, ഒരു മുഅ്മിനിന്റെ നാവ് വറാഅ ഖൽബ്, അവൻ്റെ കൽബിൻ്റെ പിന്നിലാണ്. ഒരു മുഅ്മിൻ സംസാരിക്കുമ്പോൾ കൽബ് കൊണ്ട് ആദ്യം ചിന്തിക്കും, ഇത് ഞാൻ പറയണോ, ഇത് പറഞ്ഞാൽ എനിക്ക് സ്വർഗം നഷ്ടപ്പെടുമോ, ഇത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വേദനിക്കുമോ. ചിലരൊക്കെ ന്യായങ്ങൾ പറയാറുണ്ട്. അതേപോലെ ചില റീൽസുകളും മറ്റുമൊക്കെ എടുത്തിട്ടും കോട്ടിങ്ങൾ എടുത്തിട്ടും ഒക്കെ അല്ലേ, മനസ്സിലൊന്നുമില്ല, എല്ലാം പറയും. അവർ വലിയ അപകടകാരികളൊന്നല്ല, പറയാൻ സുഖാണ്, അതൊക്കെ ഇങ്ങനെ പോസ്റ്റർ അടിക്കാൻ സുഖാണ്. മനസ്സിലൊരു പകയില്ല, ദേഷ്യമില്ല എന്ന് കരുതിയിട്ട് തോന്നിയതൊക്കെ നേരെ ഒരാളുടെ മുഖത്ത് നോക്കി പറയാനല്ല. പറയണം, സിറ്റുവേഷൻ നോക്കേണ്ടതുണ്ടാകും, വ്യക്തികളെ നോക്കണം, ഏത് സദസ്സിൽ വെച്ചിട്ടാണ് എപ്പോഴങ്ങനെ ഇത് പറയുന്നത് എന്ന് നോക്കണം. സ്വകാര്യമായി പറയേണ്ട ഒരു വിഷയം 10 ആള് കേൾക്കുന്ന ഗ്രൂപ്പുകളിൽ അല്ലെ 10 ആളുള്ള സദസ്സിൽ ഒരാളുടെ മുഖത്ത് നോക്കി പറഞ്ഞാലോ, സൂചന കൊടുക്കേണ്ട സമയങ്ങളിൽ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞാലോ,
ചില അബദ്ധങ്ങളൊക്കെ നേതാക്കന്മാരിൽ, പണ്ഡിതന്മാരിൽ, അതേപോലെ തന്നെ പിന്നെ സ്വാധീനമുള്ളവരിൽ, അവരെ കൊണ്ട് നാടിന് ആ നേതൃത്വം കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ മനുഷ്യരാണ്, മലക്കുകളൊന്നും ആയിരിക്കില്ല. ആ മനുഷ്യരിൽ ഒരുപക്ഷെ ഗ്രാമപഞ്ചായത്തിന്റെ, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന, മത നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരും അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരൊക്കെ ഉണ്ടാകും. മനുഷ്യരെന്ന നിലക്ക് അവരിലും ചെറുതും വലുതൊക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ വരും. പക്ഷെ ഇന്ന് തുറന്ന പുസ്തകമാണ്, ആർക്കും ആരെക്കുറിച്ചും പരസ്യമായിട്ട് പറയാം. അങ്ങനെ പറഞ്ഞ് സമുദായത്തിന്റെ തന്നെ ഒരു കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന നിലക്ക് നമ്മൾ ഏതെങ്കിലും നേതൃത്വത്തെ കുറിച്ച് അത് സ്വകാര്യമായി പറഞ്ഞാൽ മതിയായിരുന്നു. അതിന്റെ വേദികൾ, കമ്മിറ്റികളിൽ, ആ മീറ്റിങ്ങുകളിൽ പറഞ്ഞാൽ മതിയായിരുന്നു. എല്ലാം പരസ്യമായി പറഞ്ഞ് ആ വ്യക്തിയും ആ സംഘവും നാട്ടിൽ അതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമാധാനം പോലും തകർക്കുന്ന രീതിയിൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കും. മറുകക്ഷികൾ കാത്തു നിൽക്കുകയായിരിക്കും ഇത്തരം ആളുകളെ ഒന്ന് താഴെ ഇറക്കാൻ. പ്രിയപ്പെട്ടവരെ, സമുദായത്തിന്റെ പോലും കെട്ടുറപ്പിനെ ബാധിക്കുന്ന നിലക്ക് ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം. മുമ്പ് ബഹുമാനമുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി പറയേണ്ടത് ആലോചിച്ചുകൊണ്ടാണ് ഒരു മുഅ്മിൻ പറയുക, എടുത്തു ചാടി പറയാറല്ല. സൂക്ഷ്മതയോടെ എങ്ങനെ പറയണം, ഇതെപ്പോഴാണ് പറയേണ്ടത്, ഇത് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താണ്, ഞാൻ ഇപ്പോഴാണ് ഇത് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്, ഇത് നോക്കി പക്വതയോടുകൂടി ആയിരിക്കും ഒരാൾ സംസാരിക്കുന്നത്. എന്നാൽ ഒരു മുനാഫിഖ്, ഒരു കപടൻ, അവന്റെ നാവ് ഖൽബിന്റെ മുന്നിലാണ്. പറഞ്ഞിട്ട് ആലോചിക്കുക. ആ പറഞ്ഞിട്ട് ആലോചിക്കുമ്പോഴത്തേക്ക് കുടുംബം തകർന്നിട്ടുണ്ടാകും, അതേപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും, തൊഴിലിൽ നിന്ന് അവനെ പിരിച്ചുവിട്ടിട്ടുണ്ടാകും. ആ വ്യക്തി അവൻ ഇതുവരെ ചെയ്തു വെച്ച എല്ലാ നന്മകളെയും മറുകക്ഷികൾ ഏറ്റെടുത്തുകൊണ്ട് അതൊക്കെ അവരെ കുറിച്ചെല്ലാം ഇല്ലാത്തതും ഉള്ളതുമൊക്കെ പറഞ്ഞ് അവസരം കാത്തു നിന്നവർക്ക് ഒരു വടിയായിരിക്കും ഇട്ടുകൊടുക്കുന്നത്. ഇതുകൊണ്ട് നാവ് ഉപയോഗിക്കുമ്പോൾ സത്യമാണെങ്കിലും അല്ലേ, ആളുകളൊക്കെ പറയും എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറയണം. പറയുമ്പോൾ എപ്പോഴും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. സത്യങ്ങൾ എല്ലാവരുടെയും വിളിച്ചു പറയാനുള്ളതല്ല. ആ പറയുമ്പോൾ സൂക്ഷ്മത കൃത്യമായി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ ഗൗരവമേറിയ അപകടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് നാവ് ഉപയോഗിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞേക്കുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ മുആദിന്റെ ഒട്ടകത്തിന്റെ മൂക്ക് കയറ് പിടിച്ചുകൊണ്ട് ഓരോന്നും പറയുമ്പോൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, മുആദേ അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ കെട്ടിയിടണം. മുആദ് ഒരു ഗവർണറായിട്ട് പോവുകയാണ്, പല ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു നാട്ടിലേക്ക് റസൂലുള്ളാഹി യാത്ര അയക്കുമ്പോൾ പോലും യാത്രക്കാരന് വേണ്ടിയുള്ള ഉപദേശങ്ങളിൽ ഒന്ന് നാവിനെ പിടിച്ച് കെട്ടിയിടണം. വഹൽ യകുബ്ബുന്നാസ്, ഭൂരിഭാഗം ജനങ്ങളും നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് ഇല്ല ഹസാഇദ അൽസിനത്തും, അവരുടെ നാവ് കൊയ്തെടുത്ത വിളകളാണ്. അവന്റെ നിസ്കാരം, അവന്റെ നോമ്പ്, അവൻ കൊടുത്ത സക്കാത്തും സ്വതക്കയും എല്ലാം നഷ്ടമാകുന്ന നിലക്ക് ഭൂരിഭാഗം പേരും നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നതും എറിയപ്പെടുന്നതും എങ്ങനെ നാവ് ഉപയോഗപ്പെടുത്തണം എന്നറിയുന്നില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം, നാവിനെ കെട്ടിയിടണം. ആഫാത്തുൽ ലിസാൻ, നാവിന്റെ വിപത്തുകൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഭൂരിഭാഗത്തിനും നരകത്തിന് പോലും കാരണമാകുന്നത്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരികയാണ്, മൻ അദ്മനുലി, അല്ലേ, എനിക്കാരൊരു ഉറപ്പ് തരികയാണ്. എന്തിന്റെ വിഷയത്തിലാണ് ഉറപ്പ് നൽകുന്നത്? അവന്റെ നാവിനെ കൊണ്ടും അവന്റെ ലൈംഗികാവയവങ്ങളെ കൊണ്ടും അവൻ തെറ്റുകൾ ചെയ്യൂല എന്ന് ഉറപ്പ് തന്നു കഴിഞ്ഞാൽ അദ്മനുലഹുൽ ജന്ന, അവന് സ്വർഗം കൊണ്ട് ഞാനും ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതിലൊന്ന് എണ്ണിയത് നാവാണ്. നാവ് അത് ഉപയോഗിക്കുന്നത് നന്മക്ക് മാത്രമായിരിക്കും എന്ന് ഒരു തീരുമാനം പടച്ചവന്റെ റസൂലുള്ളാഹിക്ക് ഒരു ഉറപ്പ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സ്വർഗം ഉറപ്പാണെന്ന് പറയാം. അത്രയും ഗുരുതരമാണ് വിഷയം. ഇന്നൽ അബ്ദ ലയതകല്ലമു മാ യുൽഖി കലിമ മാ യുൽഖി ലഹാ ബാല.
ഒരു വ്യക്തി ഒരു വാക്ക് പറയാണ്, വലിയ വിലയൊന്നും കണക്കൂട്ടിയില്ല, പക്ഷെ അതുകൊണ്ട് അള്ളാഹുവിന്റെ റിദ്വാൻ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവൻ ആഗ്രഹിച്ചത്. വലിയൊരു വിഷയം വരുമ്പോ പഠിച്ചവനും വേണ്ടി പറഞ്ഞ ചെറിയൊരു വാക്ക്, അരമണിക്കൂർ പ്രസംഗമൊന്നല്ല. ഒരാൾ അങ്ങനെ പറയല്ലോ, അള്ളാഹിന്റെ ഒരു നിയമത്തെ കുറിച്ച് ഇങ്ങനെ നീ പറയല്ല, ഖുർആനിക ആയത്തിനെ കുറിച്ച് നീ അങ്ങനെ പറയല്ലേ, ഇത് ഹദീസാണ്, ആ നിലയ്ക്ക് നീ റസൂലുള്ളാഹിക്കെതിരെ പറയരുത് എന്ന് അല്ലേ. ഒരു വ്യക്തി ഓൻ വലിയൊരു വിലയൊന്നും കാണിച്ചിട്ടില്ല, ഓൻ പഠിച്ചൊരു വിഷയം, ആളുകൾ ഇസ്ലാമിനെ കുറിച്ച്, അള്ളാഹുവെ കുറിച്ച്, റസൂലുള്ളാഹിനെ കുറിച്ച്, ഇസ്ലാമിക മൂല്യങ്ങളെ കുറിച്ച് ഒരാൾ എതിർത്ത് പറയുമ്പോൾ അതിന്റെ ശരി അങ്ങനെയല്ല, ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയ വിലയൊന്നും അയാൾ കണ്ടിട്ടില്ല. അത് മുഖേന അയാളുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ട് അവൻ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ വേറൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യന്റെ പ്രത്യേകത, അവൻ സംസാരിക്കുന്നു മിൻ സുഖ്തില്ലാ, അള്ളാഹ്ക്ക് ദേഷ്യമുള്ള ഒരു വിഷയമാണ്. ലാ യുൽഖി ലഹാ ബാല യഹ്വി ബിഹാ ഫിന്നാരി ജഹന്നം. വേറെ ഹദീസ് കാണാം 70 ഖരീഫ്. ഒരുപാട് വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം ഈ വിഷയത്തിൽ. ഒരു മനുഷ്യൻ ചെറിയൊരു വാക്ക, നമ്മളൊക്കെ തമാശ പറയുമ്പോ ഖബറിനെ കുറിച്ച് തമാശ, സ്വർഗത്തെ കുറിച്ച് തമാശ, ഖബർ ശിക്ഷകളെ കുറിച്ചും സ്വർഗ നരകങ്ങളെ കുറിച്ച് തമാശ അല്ലെ, പഠിച്ചവനെ പറ്റി റസൂൽ, വേറെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നല്ല ഈ തമാശ പറയുന്നത് അല്ലെ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ, തമാശകളിൽ ഇന്ന് കേറി എല്ലാം അതിന്റെ കണ്ടന്റ് നഷ്ടപ്പെടുന്ന സമയത്ത് ഇസ്ലാമിനെ കുറിച്ച്, നോമ്പ് വന്ന നോമ്പിന്റെ തമാശ അല്ലേ, പെരുന്നാൾ വന്ന പെരുന്നാളിന്റെ തമാശ, ഇതൊന്നും വേറെ ആരെങ്കിലുമോ മതനിഷേധികളോ ആരുമല്ല, ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അല്ലെ. ബാങ്ക് കൊടുക്കുന്ന ഒരാളെ കുറിച്ചും, പള്ളികളെ ഇമാമമാരെ കുറിച്ചും, മതചിഹ്നങ്ങളെ കുറിച്ച്, എന്തിനെ കുറിച്ചാൽ ഇന്ന് ആളുകൾക്ക് കോമഡി പറയാൻ മടി. ഇങ്ങനെ നമ്മുടെ സംസാരത്തിൽ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ നമ്മൾക്കൊരു പങ്കുണ്ട്. മീൻ സുഖ്തില്ല, അള്ളാഹ്ക്ക് വെറുപ്പുള്ള വിഷയമാണെങ്കിൽ നരകത്തിന്റെ ആഴത്തിലേക്ക് എറിയപ്പെടുന്നവരിൽ ഈ വിഭാഗവും ഉണ്ടാകും. അള്ളാഹു നമ്മയൊക്കെ കാക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവ് അതിൻ്റെ മുമ്പിൽ നമ്മുടെ ഖൽബ് ഉണ്ടാകണം, എപ്പോഴും ചിന്തിക്കണം. ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റും. അതിൽ ഗുരുതരമേറിയതാണ് അള്ളാഹുവിനെ കുറിച്ചും റസൂലുള്ളാഹിനെ കുറിച്ചും ദീനിനെ കുറിച്ചും അല്ലേ. നിങ്ങൾ അബില്ല അള്ളാഹിനെ കുറിച്ചാണോ, അവന്റെ ദീനും റസൂലുള്ളാഹിനെ കുറിച്ചൊക്കെയാണ് തമാശ പറയുന്നത്. ഖുർആന്റെ ഒരു ആയത്തുകളുണ്ട്, ഇങ്ങനെ നിങ്ങൾ തമാശകൾ പറഞ്ഞ് നാവിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവും ഇനി പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാൻ പഠിച്ചോ നിങ്ങൾക്ക് തന്നതിന് ശേഷം നിങ്ങൾ കാഫിറായിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് ഈ വിഷയത്തിന്റെ ഗൗരവം ഈ നിലക്ക് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ആളുകൾ നിസ്സാരമായി കാണാണ് അല്ലെ, എല്ലാ കാര്യത്തിലും സൂക്ഷ്മത കാണിക്കുന്ന ആളുകൾ, പള്ളിയിൽ സ്വഫിലെത്താൻ, ജമാഅത്ത് മുടങ്ങാതിരിക്കാൻ, ഇസ്ലാമിക കാര്യങ്ങളൊക്കെ കൃത്യമായി ചിട്ടയോടെ ചെയ്യാൻ, സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ, അവരൊക്കെ ഹറാമുകൾ ഹലാലുകൾ മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളുകളൊക്കെ എന്തോ അറിയില്ല, നാവിന്റെ വിഷയത്തിൽ തോറ്റുപോകുന്നു. ഇവരെല്ലാവരും വേറൊരാളെ കുറിച്ച് പറയുന്നതിലോ, തമ്മിൽ തെറ്റിക്കുന്നതിലോ, അപ്പുറം ഇപ്പുറം കത്തിക്കുന്നതിലോ, ബന്ധങ്ങൾ ആ നിലക്ക് തകർക്കുന്നതിലോ ഒന്നും ഇവർക്കൊരു കുഴപ്പം കാണുന്നില്ല. അത് ഏറ്റവും വലുതാണ് ഗീബത്ത് എന്ന് പറയുന്നത് അല്ലേ. ഒരാൾ ഇല്ലാത്ത നേരത്ത് അയാളെ കുറിച്ച് പറയാം, നീ നിന്റെ സഹോദരനെ കുറിച്ച് പറയലാണ് ഗീബത്ത്. എന്ത് പറയാ, ബിമാ യക്റഹ, അവൻ ഇഷ്ടമില്ലാത്തത്, അവനക്ക് ഇഷ്ടമില്ലാത്തത് അയാളെ കുറിച്ച് നീ പറയല, അയാളുടെ അഭാവത്തിൽ. സഹാബികൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ ഒരാളെ കുറിച്ച് പറയാണ്, അയാൾ സ്ഥലത്തില്ല, പക്ഷെ അയാൾ ചെയ്ത കുറ്റങ്ങളാ ഞങ്ങൾ പറയുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അയാൾ ഇല്ലാത്ത നേരത്ത് അയാൾക്ക് പറ്റിയ അബദ്ധങ്ങൾ പറയൽ തന്നെയാണ് ഗീബത്ത്. അയാൾ ചെയ്യാത്തതാ പറഞ്ഞതെങ്കിൽ കളവും കൂടെയായി. നമുക്കൊരു ധാരണയുണ്ട്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്തെ ചേരിയുള്ള വ്യക്തികളെ വ്യക്തിപരമായിട്ട് പറയാൻ ഈ വിഷയങ്ങൾ ഗീബത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾക്കൊരു ധാരണയുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പോലും പെണ്ണിലേക്ക് ചേർത്തിയിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് ചേർത്തിയിട്ടും ഒക്കെ അപ്പുറത്തെ ചേരിയിൽ നിന്നു എന്നതുകൊണ്ട്. പക്ഷേ
വിരോധാഭാസം എന്ന് പറയട്ടെ, അനുയായികൾ പറയുമ്പോഴൊക്കെ ഈ നേതാക്കന്മാർ ആരെക്കുറിച്ചാണോ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, അവരും ഇവരും ഒന്നിച്ചു നോമ്പോറക്കുന്നു, ഒന്നിച്ച് കല്യാണത്തിന് പങ്കെടുക്കുന്നു, ഒന്നിച്ച് ഫോട്ടോയിൽ പങ്കെടുക്കുന്നു. അവരാകെ ബഹളം വെക്കുന്നത് ആ വേദികളിലായിരിക്കും, അവരുടെ ഐഡിയോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ. അനുയായികളോ ഇതെല്ലാം വ്യക്തിപരമായിട്ട് പറഞ്ഞ് എല്ലാ ഗീബത്തും നമീമത്തും ഒക്കെ പറഞ്ഞ് നരകം വാങ്ങിക്കൂട്ടുന്നു. നേതാക്കന്മാർ എതിർക്കുന്നുമില്ല, എന്നാൽ അവര് തമ്മിലാരിതിട്ട് പറയുന്നുമില്ല. ഇതാണ് കാണുന്നത്. മുസ്ലിങ്ങൾ പോലും വിശ്വാസികൾ പോലും വ്യത്യസ്ത ചിന്തകൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്നത്. എന്തിനാ വ്യക്തിപരമായിട്ട് പറയുന്നത്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ആരും മലക്കുകളില്ല, അവർക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല. പഠിച്ചവൻ പറഞ്ഞതേ അവർ ചെയ്യൂ. മഅസൂമിങ്ങളാണ് അമ്പിയാക്കൾ. അള്ളാഹുവിന്റെ ഇസ്മത്ത്, ഒരു സുരക്ഷ, പ്രൊട്ടക്ഷൻ അമ്പിയാക്കൾക്കുണ്ട്. അതുകൊണ്ട് അവരിലും തെറ്റുകൾ സംഭവിക്കുന്നതല്ല. ബാക്കി മനുഷ്യർ കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ മനുഷ്യരിലും കുറ്റങ്ങളുണ്ട്, എല്ലാ മനുഷ്യരും തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ സംഭവിക്കുന്നവർ ഖൈറുൽ ഖത്വാഈൻ അത്തവാബൂൻ, തെറ്റുകൾ ചെയ്തു പോകുമ്പോൾ തൗബ ചെയ്യുന്നവരാ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഖൈറുള്ളവർ. നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അയാൾ അള്ളാഹിനോട് തൗബ ചെയ്തിട്ടുണ്ടാകും. പഠിച്ചോ പുറത്തു കൊടുക്കും ഒരുപക്ഷെ അവർക്ക് പറഞ്ഞ നമ്മളോ അയാളെ കുറിച്ച് പൊരുത്തപ്പെടിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരാളെ കുറിച്ചും സദസ്സിൽ ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് വേറൊരാൾ പറയുമ്പോൾ കേൾക്കാൻ നിൽക്കണ്ട. അവര് പറയുമ്പോൾ നമ്മളതിൽ മസാല ഇട്ട് കൊടുക്കണ്ട. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ് അതൊക്കെ പോകും. നിങ്ങൾ അവർ ചിലരെ കുറിച്ച് ഗീബത്ത് പറയുന്നത് അത് പറയാതിരിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരാൾ മരിച്ചു കിടക്കുമ്പോ ആ ബോഡിയിൽ നിന്ന്, ആ മൃതശരീരത്തിൽ നിന്ന് പച്ച മാംസം അരിഞ്ഞെടുത്തുകൊണ്ട് തിന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുക. അതിനേക്കാൾ മോശമാണ് ഒരാൾ സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളത്. ഇതിലാ പണ്ഡിതന്മാർ ഒന്നാമത് എണ്ണിയത് നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും ആരും ഇതിൽ കുറവല്ല. ഇവരായത് പറയുന്നത് പള്ളിയിൽ തന്നെ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ കാണാം, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്ത് രണ്ട് ഭാഗത്ത് ഇരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാകും. ആ നിസ്കാരത്തിന്റെ കൂലി തീർത്തും സ്റ്റെപ്പറിന് മുമ്പേ പോയി കളയും. ഇവരെ കുറിച്ച് പറഞ്ഞിട്ട് റസൂൽ പറയുന്നില്ലേ, മറർതു ബിഖൗമിൻ ലഹും അദ്ഫാർ മിൻ നുഹാസ് യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും. എനിക്ക് മിഹ്റാജിനെ കൊണ്ടുപോയപ്പോ കാണിക്കപ്പെട്ട ചില കാഴ്ചകളിൽ ഒന്ന്, ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുണ്ട്. ആ നഖങ്ങളെ കൊണ്ട് മുഖവും നെഞ്ചുമൊക്കെ മാന്തി പിളർത്തി രക്തം പുറത്തു വരികയാണ്. സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ ചെമ്പിന്റെ നഖങ്ങളെ കൊണ്ട് മാന്തുക. ജിബ്രീലിനോട് റസൂൽ ചോദിച്ചു, മൻ ഹഉലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ? അപ്പൊ ജിബ്രീലിന്റെ മറുപടി, റസൂലേ, ഇവർ ഹഉലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അറാദിഹിം. റസൂലേ, ഇത് ജനങ്ങളുടെ പച്ച ഇറച്ചി തിന്ന ആൾക്കാരാ, ഗീബത്ത് പറഞ്ഞ ആൾക്കാരാ, അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണിത്. വയഖഊന ഫീ അറാദിഹിം, അവരുടെ അഭിമാനത്തിന്റെ മേൽ ഇവര് കൈവച്ചിട്ടുണ്ട്. അഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും വലുതാണ്. മക്ക എത്ര പരിശുദ്ധമാണ് അല്ലെ? മക്ക പരിശുദ്ധമാണ്, ഹറം പരിശുദ്ധമാണ്, ഹജ്ജിന്റെ മാസം പവിത്രമാണ്, ദുൽഹജ്ജ് 9 അതിലേറെ പവിത്രമാണ്. എല്ലാം ഒന്നായിട്ടും ഒരു വേള കഅബയെ നോക്കിയിട്ട് കഅബ എത്ര പവിത്രമാണ് എന്നിട്ട് റസൂൽ പറയാണ്, കഅബ നീ എത്ര പവിത്രമാണ്, നിന്നേക്കാൾ പവിത്രമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ, ഏതൊരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയുടെ മേൽ നിഷിദ്ധമാണ്. ദമുഹു വമാലുഹു വഇർദുഹു, അവന്റെ രക്തം, അവന്റെ ധനം, അവന്റെ അഭിമാനം. അന്യായമായി രക്തം ചിന്താൻ പാടില്ല, ധനം കവരാൻ പാടില്ല. ഒപ്പം പറയുന്നു, ഒരാളുടെയും അഭിമാനത്തെ നമ്മൾ മുറിപ്പെടുത്താൻ പാടില്ല. നമ്മളൊക്കെ ഒരു വാക്ക് മതി ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ. അത് ആരെക്കുറിച്ചുമാകാം. നിങ്ങൾ സ്വയം ചിന്തിച്ചോ, നമ്മളൊരാളെ അപമാനിച്ചത് എന്തിന്റെ പേരിലാണ്? ഒരു സദസ്സിൽ നമ്മൾ അയാളെ ഒന്നിട്ട് ആക്കി പറഞ്ഞത് എന്തിന്റെ പേരിലാണ് അല്ലേ? അത് ഇന്നത്തെ ഓൺലൈൻ മേഖലകളിൽ നമ്മളിങ്ങനെ ഫിസിക്കലി ചെയ്യുന്നില്ല,
നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട് ഒരാളെ കുറിച്ച് കുത്തി പറയാ, അപമാനിക്കുക, അല്ലേ? നാവ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞതും വൈലുൽ ലികുല്ലി, എല്ലാ വ്യക്തികൾക്കും നാശം. ഏത്? വൈലുൽ ലികുല്ലി ഹുമസ അല്ലുമസ, കുത്തി പറയുന്നവൻ, പരസ്പരം മോശപ്പെട്ട പേര് വിളിക്കുന്നവൻ, കുത്തി പറയാ, അവനെ ആക്കി സംസാരിക്കുക, ഇകഴ്ത്തുക, അല്ലെ? കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വീണു പോകും, ഒരക്ഷരം മറുപടി കൊടുക്കാൻ പറ്റൂല. മുമ്പേതോ കാലത്ത് അവന്റെ ജാഹിലിയത്തിൽ അവനിൽ സംഭവിച്ച ഒരു തെറ്റായിരിക്കും. 10 കൊല്ലം കഴിഞ്ഞും മലയാളി ഇത് മറന്നിട്ടുണ്ടാകൂല. ഇന്നൊരു സ്ഥലത്തെത്തുമ്പോ നീ സംസാരിക്കേണ്ട, നിന്നെ ഞങ്ങൾക്കറിയാം, നീ അന്ന് ആ പണി ചെയ്ത വ്യക്തിയല്ലേ, അയാൾ ഇടും കഴിഞ്ഞു, അല്ലേ? എല്ലാം തീർന്നു. ഇതാ നമ്മുടെയൊക്കെ പലപ്പോഴുമുള്ള പെരുമാറ്റം. അതുകൊണ്ടാണ് റസൂൽ പറയുന്നത്, അഭിമാനം എപ്പോഴും ഒരാൾക്ക് വലുതാണ്. അത് അവന്റെ ശരീരം എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതിനേക്കാൾ അപ്പുറത്തേക്ക് അവന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നുണ്ട്. മുമ്പ് ചെയ്തു പോയ അബദ്ധങ്ങൾ പോലും പഠിച്ചോനെ പൊറുക്കണേ എന്ന് പറയുന്നതോടൊപ്പം ഒരാളും അത് അറിയരുത് എന്ന് അങ്ങേറ്റം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എന്തോ നിന്നോട് ഏതോ കാലത്ത് പറഞ്ഞു പോയിട്ടുണ്ട്, നീയും കൂടെ ഉണ്ടായിരുന്നുവെന്ന്. പക്ഷെ അയാള് നന്നായി, എന്തിനാ നമ്മൾ അയാളെ വെറുതെ വിട്ടൂടെ? ഒരു സ്ഥലത്തും അയാളെ എത്തിക്കാൻ, ഒരു സ്ഥലത്തും സംസാരിക്കാൻ പോലും അയാൾ അനുവദിക്കാത്ത നിലക്ക് അയാളുടെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗീബത്ത് അത്രയും ഗുരുതരമാണ്. ഒരാൾ ഇല്ലാത്ത നേരത്ത് നമ്മൾ തീരുമാനിക്കണം അയാളെ കുറിച്ച് ഞാൻ പറയൂല എന്നുള്ളത്. റസൂൽ പറഞ്ഞില്ലേ, 2 ഖബറുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോ ചോദിക്കുന്നത് ഇതാരാണ്, ഇന്ന വ്യക്തികളാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്താ റസൂലെ കാര്യം? അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നഹുമാ ലയുഅദബാൻ, 2 പേരും ഇപ്പോ വല്ലാതെ ശിക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ അവർ ശിക്ഷിക്കപ്പെടുന്നത് ലാ കബീർ, വലിയ വിഷയത്തിലൊന്നുമല്ല, എന്നാൽ കബീർ, വലിയ പാപാണ്. നമ്മൾ എണ്ണുന്ന വലിയ പാപമൊന്നല്ല. അതിലൊരാളെ കുറിച്ച് പറയുന്നു, മൂത്രമൊഴിക്കുമ്പോൾ ശുദ്ധിയാക്കൂല, മറ്റൊരാളോ ഏഷണിയുമായിട്ട് നടക്കുന്ന വ്യക്തിയാണ്. അത് പറയുന്ന ആ ഭാഗം ഗീബത്തിനെ കുറിച്ചും ഏഷണിയെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ ഹദീസ് പണ്ഡിതന്മാരെ കൊടുക്കുന്നത്, തമ്മിൽ തെറ്റിക്കാൻ പറയുന്നതോ അഭാവത്തിൽ പറയുന്നതും ഒക്കെ. ഏഷണിയും അങ്ങനെയാണല്ലോ, അയാൾ അറിയാതെ, അയാൾ ഇല്ലാത്ത നേരത്ത് ഖബറിൽ വല്ലാതെ ശിക്ഷ കിട്ടുന്ന ഒരു തെറ്റായിട്ട് ഈ വിഷയത്തെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പണി ഏറ്റെടുക്കാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞിട്ടില്ല ഒരുത്തന്റെ തെറ്റിന്റെ ബാക്കിൽ പോകാൻ. അവിടുന്ന് പറഞ്ഞല്ലോ, യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനി, നാവ് കൊണ്ട് മാത്രം മുസ്ലിമായവരെ. ഈ ഹദീസ് എല്ലാവരും കേട്ടോ, നാവ് കൊണ്ട് മാത്രം മുസ്ലിമായവരെ. വലം യദ്ഖുലിൽ ഈമാൻ ഇലാ ഖൽബി, ഖൽബിലേക്ക് ഈമാൻ എത്താത്തവരെ. ഇനി പറയുന്ന സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്കും ഈമാൻ എത്തിയിട്ടില്ല ഖൽബിൽ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നാവ് കൊണ്ട് മുസ്ലിമായവരെ, ഖൽബിലേക്ക് ഈമാൻ ഇറങ്ങാത്തവരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, ഒരു വിശ്വാസിയെ കുറിച്ച് നിങ്ങൾ ഗീബത്ത് പറഞ്ഞു നടക്കരുത്. അയാൾ ഇല്ലാത്ത നേരത്ത് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു നടക്കരുത്. എന്നിട്ട് പറയുന്നു, വലാ തത്തബിഉ ഔറാത്തിഹിം, അവന്റെ തെറ്റുകളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. ചിലർക്ക് എപ്പോഴുള്ള പണിയാ, ഓന്റെ കാര്യം നോക്കൂല, വേറൊരുത്ത് എന്ത് ചെയ്തു, ഓളെന്ത് ചെയ്തു, ഇവനെന്ത് പറഞ്ഞു. എത്ര പറഞ്ഞാലും വല്ലാതെ ഹരം പിടിക്കുന്ന ആൾക്കാരുണ്ട്. ആരാന്റെ തെറ്റിന്റെ പിന്നാലെ പോകുക, അല്ലെ? സ്വന്തത്തെ മറക്കുക. നീ ഖുർആൻ ഓതിയോ, നീ നിസ്കരിച്ചോ, ഈ ഭക്തിയും ഈ ഖുശൂഉം മറ്റുള്ളവന്റെ കാര്യത്തിൽ ചെയ്യുമ്പോ നീ ഇന്നലെ സുന്നത്ത് നിസ്കരിച്ചോ, തഹജ്ജുദ് നിസ്കരിച്ചോ, ഖുർആൻ ഓതി, ഇതൊന്നും നിന്റെ വിഷയമല്ല. അവൻ പോയത്, ഇവൻ പറഞ്ഞത്, അവൻ ചെയ്തത്, അവിടെ എത്തിയത്, അവൻ അവിടെ പറഞ്ഞത്, ഇതിന്റെ പിന്നാലെ ഒരു മനുഷ്യരിൽ അബദ്ധങ്ങൾ വരും, സംഭവിച്ചു പോകും. അറിവിന്റെ കുറവായിരിക്കും, സിറ്റുവേഷൻ വന്നു പോയതായിരിക്കും. ഒരുത്തനോട്, ഒരുത്തിയോട്, ഒരു വ്യക്തിയോട് ചെറിയ അബദ്ധം പറ്റിപ്പോയി, സംഭവിച്ചു പോയതാ. അതിന്റെ പിന്നാലെ പോകാൻ നിന്നെ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നു, ഫഇന്നഹു മനിത്തബഅ ഔറാത്തിഹിം യത്തബിഉല്ലാഹു ഔറത, ഒരുത്തന്റെ ഒരുത്തിയുടെ പിന്നാലെ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മുടെ പിന്നാലെ അല്ലാഹു വരും. ആരാണോ ബേക്ക് പോകുന്നത് ഓന്റെ പിന്നാലെ പടച്ചവനുണ്ടാകും. നമ്മുടെ കുറവിന്റെ പിന്നാലെ അല്ലാഹു ഉണ്ടാകും. അങ്ങനെ അല്ലാഹു വമയത്തബിഉല്ലാഹു ഔറത, അല്ലാഹു ആരുടെ തെറ്റിന്റെ പിന്നാലെയാണോ പടച്ചവൻ കൂടിയത്, യുഫ്ലിഹു ഫി ബൈതി, അവനവന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നാലും അള്ളാഹ് അവനെ വഷളാക്കും. പഠിച്ചോൻ കാക്കട്ടെ, അള്ളാഹ് വഷളാക്കും.
വേറൊരുത്തൻ്റെ ബാക്കിൽ പോകുമ്പോൾ നമ്മുടെ ബാക്കിൽ അള്ളയുണ്ട്. നമുക്ക് ദുആ ചെയ്യാൻ പോലും പറ്റാത്തത്, നന്നാകാൻ പോലും പറ്റാത്തത്, നിങ്ങൾ തറത്തും അയൂബക്കും, നിങ്ങൾ നിങ്ങളെ കുറവുകളൊക്കെ മാറ്റി, ജനങ്ങളുടെ തെറ്റിന്റെ പിന്നാലെ നിങ്ങളിങ്ങനെ പറന്ന് നടക്കുക. ആരും സ്വന്തത്തെ കുറിച്ചല്ല അല്ലേ? സാധാരണ പറയലില്ലേ, ഒരാളെ കുറിച്ച് ചൂണ്ടുവരുമ്പോ 4 വിരൽ നമ്മളിലേക്ക് ചൂണ്ടുന്നുണ്ട്, സത്യയുടെ മറക്കാണ്. മറ്റുള്ളവരെ കുറിച്ച് പറയാൻ എത്ര വിഷയമാണ് നമ്മൾക്കുള്ളത് അല്ലേ? ഒരുത്തന്റെ 10 നന്മ എണ്ണാൻ 15 മിനിറ്റ് എടുക്കും, 10 കുറവുള്ള 1 മിനിറ്റ് ഉണ്ടാവും. നമ്മളെല്ലാരും ഷെയർ അതിങ്ങനെ പറഞ്ഞ് പരത്തിയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവമേറിയതാണ് ഇത്തരം കാര്യങ്ങൾ. ഒരു വാക്കിനെ കൊണ്ടുപോലും റസൂലുള്ളാഹി പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ ബീവിയെ കുറിച്ച് ഖസീറ, കുറിയവൾ എന്നേ പറഞ്ഞുള്ളൂ, ചെറിയ ഹൈറ്റ് കുറഞ്ഞവൾ. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ആയിഷ, നീ പറഞ്ഞ ആ വാക്ക് അതെങ്ങാനും ഒരു കടലിലിട്ടിരുന്നുവെങ്കിൽ ആ വിഷം നിറഞ്ഞ ആ വാക്ക് കൊണ്ട് കടൽ മലിനമായി പോകുമായിരുന്നു. ഒരു കുറിയവൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളൊക്കെ എത്ര പറയുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവളുടെ മകനെ എന്ന അബൂദർ പറഞ്ഞത്. റസൂലുള്ളാഹി പറയാണ്, അബൂദർ, നീ മുസ്ലിം ആണെങ്കിലും ഫീക ജാഹിലിയ, ഇപ്പോഴും ചവിട്ടി താഴ്ത്തപ്പെട്ട ജാഹിലിയത്ത് ഇപ്പോഴും നിന്നിലുണ്ട്. കേട്ടപ്പോ അബൂദർ എന്താ പറയുക? ബിലാലെ, ഞാൻ കുനിഞ്ഞു നിന്ന് തരാം, എൻ്റെ മണ്ണിൽ കിടന്നു തരാം, എൻ്റെ തലയിൽ ചവിട്ടിക്കോ. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് പറ്റിപ്പോയപ്പോ അവര് കാണിച്ച ഖേദപ്രകടനം, വാക്കുകളുടെ ഗൗരവം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ നിലക്ക് ഗൗരവമേറിയ നിലക്ക് തന്നെ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ നമീമത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അഥവാ നമീമത്ത് എന്ന് പറയുന്നത് ഏഷണിയാണ്, ഈ ഗീബത്തിന്റെ ഒരു സഹോദരൻ. റസൂൽ പറയാ, ഈ ഭൂമി ലോകത്ത് ഏറ്റവും നികൃഷ്ടരായ ആളുകൾ അൽ മശ്ശാഊന ബിൻ നമീമ, ഗീബത്തുമായി നടക്കുന്ന ആളുകളാണ്. ഗീബത്തുമായി നടക്കുന്ന ആളുകളാണ് ഈ ഭൂമി ലോകത്തെ ഏറ്റവും നികൃഷ്ട, ശാപത്തിന് വിധേയമാകുന്നവർ. ഖുർആൻ പറഞ്ഞില്ലേ, ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, നമീമത്തുമായി ഏഷണിയുമായി നടക്കുന്നവർ, നന്മയെ മുടക്കുന്നവർ. എന്താണ് ഏഷണിയുമായി നടക്കുന്നവർ? വ്യക്തികൾ തമ്മിൽ നല്ല സൗഹാർദ്ദ ബന്ധത്തിലായിരിക്കും, കുടുംബം ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ, ഒന്നിച്ചിരിക്കുന്നവർ. ഈ ആളുകളെ തമ്മിൽ തെറ്റിക്കണം. ഇവിടെ വേറെ പറയാ, അവിടെ വേറെ പറയാ. ഒരുപക്ഷെ ഏതോ ഒരു സമയത്തോ അവർ പരസ്പരം ഒന്ന് വഴക്കിട്ട സമയത്തോ എന്തോ പറഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടായിരിക്കും. മനുഷ്യരല്ല ആ സമയത്ത് അതൊക്കെ പറയും. പിന്നെ അവർ കഴിഞ്ഞവരങ്ങ് നന്നായി, കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും 3-ാം കക്ഷിക്ക് സൈക്കിളില്ല. പറയാ, എന്ത് നിങ്ങൾ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാലും നിന്നെക്കുറിച്ച് അയാൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? പക്ഷെ അന്ന് ഇതാ പറഞ്ഞത്, തമ്മിൽ തെറ്റിച്ചു അല്ലേ? ഇത്ര ഗൗരവമാണ്. നിങ്ങൾ കണ്ടില്ലേ, മദീനയിൽ മുഹാജിരീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലെത്തി, അൻസാറുകളും അവിടെയുണ്ട് അല്ലേ? ആ മുഹാജിരീങ്ങളും അൻസാറുകളും ഒക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു വേളയിൽ ജൂതന്മാർക്ക് ഈ കെട്ടുറപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ജൂതന്റെ കുട്ടിയെ പറഞ്ഞു വിടുകയാണ് ആ പരിസരത്ത് കൂടെ. ഒരു കവിത പാടിയാൽ മതി എന്ന് ആ കുട്ടിക്ക് ഡ്യൂട്ടി കൊടുത്തുള്ളൂ. എന്താണ് ആ കവിത? അറബികൾ തമ്മിൽ നടന്ന ബഅത്ത് യുദ്ധത്തെ കുറിച്ച് അല്ലേ, പരസ്പരമുള്ള യുദ്ധത്തെ കുറിച്ചൊന്ന് കവിത പാടുമ്പോഴത്തേക്ക് സഹാബികൾ തമ്മിൽ പിന്നെയും എറിയാൻ തുടങ്ങി, കലഹം തുടങ്ങി. അല്ലാഹു റസൂല് പറയാ, ഞാൻ ജീവിച്ചിരിക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കെ നിങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ നോക്ക്, ഇത്രയേ ഉള്ളൂ. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വകാര്യമായിട്ടൊക്കെ പറയുമ്പോൾ എത്ര ഗൗരവമായിരിക്കും അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു റസൂല് പറയുന്നത്, ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ ഈ ഏഷണിയുമായിട്ട് നടക്കുന്ന ആളുകളാണ്. നമീമത്ത് ഇപ്പുറത്ത് നിന്നത് അപ്പുറത്തേക്ക് പറയാൻ അനുവദിക്കപ്പെട്ടത് ബന്ധങ്ങൾ നന്നാക്കാൻ വേണ്ടി മാത്രം. രണ്ടുപേര് തമ്മിൽ തെറ്റി നിൽക്കുകയാണ്. ആ തെറ്റി നിൽക്കുന്ന സമയത്ത് മൂന്നാമത്തെ വ്യക്തിക്ക് ഇതെങ്ങനെയെങ്കിലും നന്നാകണം. അപ്പൊ ഇയാളെന്താ പറയുന്നത്? ഇയാൾ ഇവിടുന്ന് ഇവൻ പറയുന്നു ചെയ്തിട്ടുണ്ടാവില്ല, അപ്പുറത്തോട് പറയാ,
ഞാൻ ഇന്ന് ഈ തെറ്റിയ വ്യക്തി അടുത്ത് നിന്ന് വരികയാണ്, അയാൾക്ക് പറ്റിപ്പോയതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അബദ്ധാണെന്ന്. അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല, അയാൾ എന്നെ മുമ്പ് കൊണ്ടുവരണ്ടെന്നാ പറഞ്ഞിട്ടുണ്ടാകുക. പക്ഷെ ഇയാള് പോയിട്ട് എന്താ പറയുന്നത്, അയാൾക്ക് കേതല്ല കേട്ടോ, നിന്റെ അടുത്തേക്ക് വരാൻ മടിയായിട്ടാണ് കേട്ടോ. അതങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ മറ്റേക്ക് തോന്നും പഠിച്ചവൻ അയാൾ അങ്ങനെ പറഞ്ഞു. ഇയാൾ എന്നിട്ട് ഇയാളടുത്ത് പോയിട്ട് ആദ്യത്തെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഞാൻ അവന്റെ അടുത്ത് നിന്ന് വരികയാണ്, വേണമെങ്കിൽ നീ കേട്ടോക്ക് അയാൾ ഇതിനെ കുറിച്ച് പറഞ്ഞത്, അയാൾക്കും എന്തോ അങ്ങനെ സംഭവിച്ചു പോയതാ. എത്ര കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെ, എത്ര ആൾ ഒന്ന് ഫോൺ വിളിച്ചാൽ അതങ്ങ് തീരുമായിരുന്നു അല്ലേ? നമ്മളൊന്ന് ഇടപെട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് സംസാരിച്ചെങ്കിൽ ആ കുടുംബം നന്നാകുമായിരുന്നു. നമ്മളൊന്ന് മൗനം പാലിച്ചെങ്കിൽ അവർ നന്നാകുമായിരുന്നു. നമ്മളൊന്ന് അപ്പുറം പറഞ്ഞ നമ്മൾ അതിലല്ല ചെയ്യുന്നത്. നമ്മൾക്ക് എന്താ താല്പര്യം, നീ പോകണ്ടട്ടോ. പലരും വന്ന് പറയും നിന്റെ അടുത്ത് നീ അങ്ങോട്ട് പോകാൻ. അവരാണ് ഇങ്ങോട്ട് വരേണ്ടത്. നമ്മൾ പുതിയാപ്പിളന്റെ കുടുംബക്കാരാണ്, നമ്മൾ ഈ നാട്ടിലത്തെ ഇന്ന ആജ കുടുംബത്തിൽപ്പെട്ടാണ്, നമ്മൾ മഹലിന്റെ ഇന്നയാളാണ്. ആരാടോ ഇതൊക്കെ അല്ലേ? നീ വിചാരിക്കുന്ന നീ ഇസ്തിരി ഇട്ട നിന്റെ ഫ്രണ്ട്സുകളൊന്നും ആ ഇസ്തിരി ചുളിച്ചുകൊണ്ട് ഖബറിലേക്ക് അവരാരും ഇറങ്ങി വരൂല. നമ്മളൊക്കെ ബാക്കിലാണ്, ഒന്നിനും പറ്റാത്തവരാണെന്ന് കാണുമ്പോൾ പ്രിയപ്പെട്ട പ്രവാസികളെ, നമ്മളൊക്കെ അത്രയും മഹത്വത്തോടുകൂടി മനസ്സിലാക്കണം. നമ്മളൊക്കെ ഇവിടെയാണ്. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മുടെ വീടുകളിൽ സംഭവിക്കുമ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് പൈസ വേണേ പറയാൻ എന്നല്ല, നമുക്ക് എന്തിനാ പറ്റിയ നമ്മുടെ കുടുംബത്തെ എടുത്ത് ഓടുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, ആ നമ്മുടെ വാപ്പാരും വാപ്പയുടെ ജനാസയിലൊന്നും ഹാജരാകാൻ കഴിയാത്തവരാ ആ വാപ്പയെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നത്. നാട്ടിലെ മുതിർന്ന നല്ല വെള്ളം ഇട്ട് നടക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കൂല. അവിടെയൊക്കെ പാവങ്ങളായിരിക്കും, എന്തിനും ജോലിയൊക്കെ ലീവ് എടുത്തവരായിരിക്കും ഇതൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തമ്മിൽ തെറ്റിക്കുന്നത് അല്ലെ, തമ്മിൽ ഒന്നിപ്പിക്കുന്നതിന് പകരം ഇതൊക്കെ നാട്ടുകാർക്കിടയിലാണെങ്കിലും മതവേദികൾ ഇതൊന്നും ഇല്ലായിരുന്നു. മതം പ്രസംഗിക്കുന്നവർ, അതേപോലെ മതസംഘടനയിൽ പ്രവർത്തിക്കുന്നവർ, അവർ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടവർ, അവര് പോലും അപ്പുറത്തും ഇപ്പുറത്തും പറയാം. അത് പറയുമ്പോ അവർ നമ്മളെ പെട്ടതല്ലല്ലോ, വേറെ ഗ്രൂപ്പുകാരല്ലേ, അവർ തമ്മിൽ അടിക്കട്ടെ. ഇതൊന്നല്ല നമ്മൾക്ക് വേണ്ടത്, നന്മകളാ വേണ്ടത്. നമീമത്ത് പറയുമ്പോ അല്ലെ, നമ്മളുടെ സംസാരം കൊണ്ട്, നമ്മുടെ എഴുത്ത് കൊണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധം തകർക്കപ്പെടുകയാണെങ്കിൽ പടച്ചോന് ശാപം കിട്ടുന്ന തെറ്റ. അതുകൊണ്ടാണ് നേരത്തെ ഖബറിൽ ആ ശിക്ഷ കിട്ടുന്ന, നിങ്ങൾ നിസ്സാരമാണെന്നാ കരുതുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച ബാധകമാണ് ഈ നമീമത്ത് പറയേഷന് പറയുക. കബീർ, അവർക്ക് ശിക്ഷ കിട്ടുന്ന വേദിയാണ്, സമയമാണ്, ശിക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തിട്ട് അല്ലെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. ചോദിച്ചില്ലേ സഹാബികളോട്, ഒന്നുമില്ലാതെ പൊളിഞ്ഞു പാളീസാകുന്ന മുഫ്ലിസ്, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവർ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ പറയുന്നു, അൽ മുഫ്ലിസു ഫീനാ മല ദിർഹമ ലഹു വല ദീനാർ, ദീനാറും ദിർഹമും ഒന്നുമില്ലാത്ത ആളുകളാണ്. ആ സമയത്ത് റസൂൽ പറയുക, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറയുന്നവർ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസകാത്തിൻ വസിയാം, നിസ്കാരം നോമ്പ് സകാത്ത് ഒക്കെ ആയിട്ട് വരും. പിന്നാലെ വേർത്തം വരുന്നുണ്ട്. ഈ നിസ്കരിച്ചൂർ അജ്ജീദൂർ ഉംറയിലൂരൊക്കെ ബാക്കിൽ വരുന്ന സാധുക്കളെ കുറിച്ച് ഒരുപാട് അപമാനം പറഞ്ഞിട്ടുണ്ട്, അവരടിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, അഭിമാനത്തിന് മുറിപ്പെടുത്തിയിട്ടുണ്ട്, ദൈവത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ട്. പടച്ചോനി നിസ്കാര നോമ്പിന്റെ ഒക്കെ കൂലി അവർക്ക് കൊടുക്കും. എന്നിട്ടും തീരുന്നില്ലേ, അവിടെ തെറ്റിന്റെ ഭാരം ഇവന്റെ പേരടിയിലേക്ക് വെച്ച് കിട്ടും. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയും ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച ദേഷ്യം, അള്ളാഹിന്റെ കോപം ലഭിക്കുന്ന മറ്റൊന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നതിന് കൂടെ ഊഹിച്ച് പറയുക എന്നുള്ളത് അല്ലേ. ഒരാളില്ലാത്ത നേരത്ത് ഒരാളെ കുറിച്ച്, ഒരു ഗായിബിനെ, സ്ഥലത്തില്ലാത്ത ഒരാളെ കുറിച്ച് മോശപ്പെട്ട് നമ്മൾ എന്ത് ചെയ്ത് ചിന്തിക്കേണ്ട. ആൾക്കാർക്കൊക്കെ ധാരണ അതാണ്, അതിലേക്കാണ് പോയത്. ഒരാൾക്ക് കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമാണ്. പിന്നെ എന്തും തെറ്റായിട്ട് നമ്മൾ പറയില്ല, മഞ്ഞക്കണ്ണോട് കൊടുക്കുകയാണെന്നുള്ളത്, എന്തും അങ്ങനെയാ കാണുക. നമ്മൾ നന്മയല്ലേ വിചാരിക്കേണ്ടത് അല്ലേ. അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായ നേരത്ത് റോമക്കാര് വന്നിട്ട് മുആവിയക്ക് ആക്കുന്ന കത്തുകളും അല്ലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അലി അത് ചെയ്തൂലേ, ഇത് ചെയ്തൂലേ,
കാരണം ഇസ്ലാമിക ലോകം വലുതായപ്പോ റോമൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമാകുന്നത്. അവർ മുആവിയക്ക് പട്ടാളത്തെ വേണമെങ്കിൽ വിട്ടിയതെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് മുആവിയ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിങ്ങൾ ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അലിയെ നേതാവാക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്കെതിരെ തിരിയുന്ന സൈന്യത്തിലെ ഒരു സൈനികനായിട്ട് നിങ്ങൾക്കെതിരെ മുആവിയ തിരിയും. അതാണ് ഈമാനുള്ളവർ. നമ്മളോ കത്തിക്കുമ്പോ നമ്മൾ കാട് കയറാണ്. ശത്രുവിന്റെ ശത്രുമിത്രം എന്നൊക്കെ പറയൂലേ? പ്രിയപ്പെട്ടവരെ, ഒരാളെ കുറിച്ച് നമ്മൾ മോശപ്പെട്ടത് പറയണ്ട. അയാളെ കുറിച്ച് എന്ത് ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് നിന്റെ വിഷയത്തിലല്ല. നമ്മൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, രണ്ട് വ്യക്തികൾ തമ്മിൽ തെറ്റിലാണ്, അത് നമ്മൾ എന്തിനാ അതിൽപ്പെട്ട ആളുകളോട് തെറ്റി നിൽക്കുന്നത് അല്ലേ? അത് നമ്മൾ മൂന്നാമത്തെ വ്യക്തി എന്തിനാ തെറ്റി? മനുഷ്യരാണ്. അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് എല്ലാ കാലഘട്ടങ്ങളിലും ഇല്ലേ, എല്ലാ വിഷയങ്ങളിലും ഇല്ലേ? മതപരമായ കാര്യങ്ങളൊക്കെ മസ്അലകളിൽ തർക്കങ്ങൾ ഉണ്ടാകാറില്ലേ? ഷെയ്ഖ് അൽബാനിയും അതേപോലെ ഷെയ്ഖ് ഇബ്നു ബാസും ഒക്കെ ഏതൊക്കെ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മിനയിൽ ടെന്റിൽ ഹജ്ജിൽ ഒന്നിക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കത്തില. ഷെയ്ഖ് ഇബ്നു ബാസ് പറയും, അൽബാനി നിങ്ങൾ ഇമാമ നിൽക്ക്, അല്ല നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ നിങ്ങളാ ഇമാമ നിൽക്ക്. ഇവര് തർക്കിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇമാം ആരെ നിർത്തണം എന്ന വിഷയത്തിൽ നിങ്ങൾ നിൽക്ക്. നമ്മൾ മറ്റവരെ വലിച്ചിടാൻ, മിമ്പർമെന്ന് വലിച്ചിടാൻ, ബാങ്ക് കൊടുക്കാൻ പൂർത്തിയാക്കാതെ വലിച്ചിടാൻ, അല്ലെ അടിക്കാൻ, പൂട്ടാൻ, എന്തൊക്കെ രീതിയിൽ വല്ലാതെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. തെറ്റായ നിലക്ക് ഊഹിച്ച് സംസാരിക്കുക. തമ്മിൽ തെറ്റിലാണെങ്കിൽ പോലും, തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിൽ പോലും മോശപ്പെട്ട നിലക്ക് ഒരാളെ കുറിച്ചും നമ്മൾ ഊഹിക്കരുത്. പടച്ചവനെടുക്കൽ പാപം കിട്ടുന്നതാണ്. സൂത പറഞ്ഞില്ലേ, ഊഹങ്ങളിൽ മിക്കതും കളവാണ്, സംസാരത്തിൽ മിക്കതും കളവ് ഊഹിച്ച് പറയൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കുന്ന വിശ്വാസികളായി മാറാൻ കഴിയണം. ഇതാണ് ഇന്നത്തെ മിമ്പറുകളിൽ ഓരോരുത്തരോടും ഇമാമുമാർ സൂചിപ്പിക്കാൻ നിർദ്ദേശം ലഭിക്കപ്പെട്ടത്. ഓരോ വിഭാഗത്തോടും ഇത് പറയണമെന്നുള്ള ഓഫീസിന്റെ നിർദ്ദേശം കൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് നാവ് ഉപയോഗിക്കുമ്പോൾ വല്ലാതെ സൂക്ഷിക്കണം. ഒരു വാക്കും ഒരു ലഫ്ളും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല, കൃത്യമായി നിങ്ങളെ മുറാഖബത്ത് ചെയ്യാതെ സൂക്ഷ്മമായി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളെ കുറിച്ച് അള്ളാന്റെ കോടതിയിൽ അത് വരും. അതുകൊണ്ട് റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, പരലോകത്തിൽ വിശ്വാസമുണ്ടോ, ഫൽ യഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നല്ലത് പറഞ്ഞോ അല്ലെങ്കിൽ മിണ്ടാതെ. പരസ്പരം തിരുത്തുക. മനുഷ്യരാണ്, തിരുത്തുമ്പോൾ അപമാനിക്കാതെ. ഇത്തരം തെറ്റുകളൊക്കെ ആരെങ്കിലും പറയുമ്പോൾ സ്വകാര്യമായി തിരുത്തി കൊടുക്കുക. അപമാനിക്കാതെ, ഇൻസൾട്ട് ചെയ്യാതെ സ്വകാര്യമായി തിരുത്തുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമാൻ പൊറുക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.